പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജപമാലയുടെ പ്രചാരകനായ ഫാദർ പെയ്റ്റൺ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കുള്ള സിദ്ധ ഔഷധമാണ് ജപമാല. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന മറിയത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രതിധ്വനിയാണ് കൊന്ത നമസ്കാരം. പാപ്പ തുടരുന്നു, ജപമാലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തി. ഇന്നത്തെ ഭീഷണികളെയും അസ്വസ്ഥതകളെയും നേരിടുവാൻ കൊന്ത നമസ്കാര പ്രാർത്ഥനയിൽ ആശ്രയിക്കണം. ഏറ്റവും മാതൃകാപരമായ സമാധാന പ്രാർത്ഥനയാണ് ജപമാല. പാപ്പ ലോകത്തോട് എൻ്റെ യൗവനകാലം മുതൽ കൊന്ത നമസ്കാരത്തിന് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ സമുന്നത സ്ഥാനമുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ, ദൈവവിളികൾ, കുടുംബങ്ങൾ, സമൂഹം തകരാതിരിക്കാൻ ജപമാല കൈകളിലേന്തുക, മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. സ്വർഗം നമ്മെ സംരക്ഷിക്കും. പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും. തിന്മയുടെ ശക്തികൾ ഓടി ഒളിക്കും. ആത്മാവും മനസ്സും ശരീരവും കുടുംബവും സുഖപ്പെടും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നു, മനസ്സും വാക്കും എന്ന രണ്ടു ചിറകുകളിൽ നമ്മെ സ്വർഗത്തിലേക്ക് പറപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് ജപമാല. 3-ാം ജൂലിയസ് പാപ്പ തിരുസഭയുടെ മഹത്വമാണ് ജപമാല എന്നാ പറയുക. ദൈവമക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് കർത്താവിനെ സ്തുതിച്ചതുപോലെ ദൈവസ്തുതിപ്പായി കൊന്ത ധാരാളമായി പ്രാർത്ഥിച്ച് അമ്മയോടൊത്ത് കർത്താവിനെ സ്തുതിക്കാം. സകല ബന്ധനങ്ങളും അഴിയട്ടെ, സാത്താൻ ശക്തികൾ തകരട്ടെ. പരിശുദ്ധ അമ്മ വഴി ഈശോ നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.